നിങ്ങൾക്ക് ഒരു ദിവസം തന്നെ അതിൻ്റെ 4 ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടുമെന്ന് പറയുന്ന ഒരു തട്ടിപ്പായിരുന്നു. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചുമ്മാ സോഷ്യൽ മീഡിയ വീഡിയോസ് ചുമ്മാ കണ്ടാൽ മാത്രം മതി, അങ്ങനെ കാശ് കിട്ടും എന്നൊക്കെ പറഞ്ഞായിരുന്നു ഈ തട്ടിപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ തട്ടിപ്പിൽ വീണ് കുറേ പേരുടെ പൈസ അങ്ങനെ പോവുകയും ചെയ്തു. 10ാമത്തെ തട്ടിപ്പായ AI സ്കാം അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തട്ടിപ്പാണ് 2025 ഏറ്റവും കൂടുതൽ തട്ടിപ്പിന് ഇരയാൻ പോകുന്നത്. ഞാൻ ഒരു തട്ടിപ്പിലും വീഴുകയില്ല എന്ന് സ്വയം വിശ്വസിക്കുന്ന ബുദ്ധിമാന്മാരായിട്ടുള്ള ആൾക്കാരെയാണ് ഈ തട്ടിപ്പ് കൂടുതൽ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് 100% പ്രയോജനകരമാവും എന്ന ഉത്തമ ബോധ്യത്തോടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. Interact e-transfer scams, job scams all the time. So it's very, very frequent nowadays. If you are sick and tired of scam credit card transaction calls and fake Canada Post parcel delivery messages, then you are not alone. I feel like they're getting a little more clever with it and kind of posing them as innocent messages, like say like a friend reaching out to you or something. I do get them fairly frequently though, I'd say a couple times a day now. In today, there were like 3 spam calls coming in. Like I'm not picking it up because it's usually a fraud or something related to that, so I just don't pick it up. March is Fraud Prevention Month, and according to data from payment service provider Moneris, fraudulent activity increased 13% throughout Canada. Calgary Police says the type of scams vary throughout the year, with fraudsters now looking at tax season. So there's lots of different scams as they move throughout the year. A lot of them are usually the phone call that tells you that it's either some form of mistaken transaction or Canada Post is holding a parcel for you. The Better Business Bureau reports those between the age of 18 to 24 are more likely to fall victim to scams online, while those above 45 are more susceptible to online scams, emails, and phone calls. They also found women report more scams, but it's actually men who are more susceptible to losing money to scammers. Police say to avoid being scammed, everyone should be extra careful with their personal information and not to share it over the phone with anyone, while also never clicking on a link. We understand that falling victim to a scam can be embarrassing, but we encourage everybody to report these crimes to the police so that we can actually take more action. There is a lot more that we can do than you actually think. 2024 ഉണ്ടായ തട്ടിപ്പുകളെ നമുക്കൊരു 10 രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാം. അതിൽ 1-2 എണ്ണം 2025 വേറെ രൂപത്തിലും വേറെ ഭാവത്തിലും വീണ്ടും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. രണ്ടായിരത്തി 2024 ഏറ്റവും വിപ്ലവകരമായിട്ടൊരു തട്ടിപ്പ് എന്ന് പറയുന്നത് ഡിജിറ്റൽ അറസ്റ്റ് ആയിരുന്നു. ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറയുന്നത് ഒരു കോൾ വരികയും നമ്മളൊരു കേസിൽ പ്രതിയാണ് എന്ന് നോർത്ത് ഇന്ത്യയിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ FIR ഫയൽ ചെയ്തിട്ടുമുണ്ട് എന്ന് പറഞ്ഞാണ് വിളി. അതിനുശേഷം നമ്മൾ ചെയ്തിട്ടുള്ള കുറ്റങ്ങളുടെ ഒരു വലിയ FIRഉം ഗവൺമെൻറ് ഒഫീഷ്യൽ ഡോക്യുമെൻസും എല്ലാം നമ്മളെ ഇങ്ങോട്ട് കാണിച്ചിട്ട് നമ്മളെ വിശ്വസിപ്പിക്കുന്ന ഒരു തട്ടിപ്പായിരുന്നു ഡിജിറ്റൽ തട്ടിപ്പ്, അതാ ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം അറസ്റ്റിൽ നിന്ന് നമ്മളെ വിടിയിക്കാനായിട്ടൊരു കാശ് അവർ ചോദിക്കുകയും ആ കാശ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയും അതും വിശ്വസിപ്പിക്കുന്ന രീതിയിൽ ഒരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയല്ല, അതിന് പകരം സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അക്കൗണ്ടിലേക്കാണ് കാശ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നടത്തിയൊരു തട്ടിപ്പായിരുന്നു ഡിജിറ്റൽ അറസ്റ്റ്. അതാണ് ഈ 2024 ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ, കോടികളോളം പൈസകൾ തട്ടിയെടുത്ത ഒരു തട്ടിപ്പ് എന്ന് പറയുന്നത്. അത് ഇപ്പോൾ ഒരുവിധം എല്ലാവർക്കും ഫെമിലിയർ ആയതുകൊണ്ട് ഇനിയും ആ രീതിയിലൊരു തട്ടിപ്പായിരിക്കത്തില്ല ഇനി 2025 ഉണ്ടാകാൻ പോകുന്നത്. രണ്ടാമത്തെ തട്ടിപ്പ് എന്ന് പറയുന്നത് ഫാമിലി അറസ്റ്റ് എന്നുള്ളതാണ്. അതായത് വീട്ടുകാരെ വിളിച്ചിട്ട് മക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ ആരെങ്കിലും അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോൺ വരികയാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ അവർ മിക്കവാറും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരായിരിക്കും, അവരുടെ ബന്ധുക്കളെ, നാട്ടിലുള്ള ബന്ധുക്കളെ ആയിരിക്കും അവരാദ്യം വിളിക്കുന്നത്. വിളിച്ചിട്ട് ആദ്യം തന്നെ ചിലപ്പോൾ അവരുടെ വിവരങ്ങളും എല്ലാം അങ്ങോട്ട് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം വിവരങ്ങളെല്ലാം നമ്മൾ പറയുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ രണ്ടാമത് അവർ ചെയ്യുന്നത് അവരെ വിടിയിക്കാനായിട്ട് പൈസ ചോദിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ പൈസ കൊടുക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നേരത്തെ കളക്ട് ചെയ്ത ആ വ്യക്തിയുടെ വിവരങ്ങളെല്ലാം വെച്ചിട്ട് അടുത്ത തട്ടിപ്പിലേക്ക് അവർ മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ തട്ടിപ്പ് എന്ന് പറയുന്നത് മൊബൈൽ സർവീസ് സസ്പെൻഡഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് മൊബൈലിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അത് കാണുമ്പോൾ പലരും ആ നമ്പറിലേക്ക് തിരിച്ചു വിളിക്കുമ്പോൾ അവർ പറയുന്നത് നിങ്ങളുടെ ഫോൺ സസ്പെൻഡ് ആയിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ കാലാവധി കഴിഞ്ഞിരിക്കുകയാണ്, എത്രയും പെട്ടെന്ന് റീചാർജ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ബാങ്ക് ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് അങ്ങനെ പൈസ തട്ടിക്കുമായിരുന്നു മൂന്നാമത്തെ മെയിൻ തട്ടിപ്പ് എന്ന് പറയുന്നത്. നാലാമത്തെ തട്ടിപ്പ് എന്ന് പറയുന്നത് കൊറിയർ ഓൺ ഹോൾഡ് എന്ന് പറയുന്ന തട്ടിപ്പാണ്. നമുക്കൊരു ഫോൺ കോൾ വരികയാണ്, നമ്മുടെ ഒരു കൊറിയർ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുവാണ്, കസ്റ്റംസ് അത് പിടിച്ചു വെച്ചേക്കുവാണ് എന്ന് പറഞ്ഞായിരിക്കും ഫോൺ കോൾ വരുന്നത്. അതിനകത്ത് നിയമവിരുദ്ധമായ ചില വസ്തുക്കളുണ്ട്, അതുകൊണ്ട് കസ്റ്റംസ് വിടുന്നില്ല, നിങ്ങളുടെ പേരിൽ കേസുണ്ടാവും, അതുമല്ലെങ്കിൽ
ഒരു ചെറിയ ഒരു ഫീസ് കൊടുത്താലേ ആ കൊറിയർ വിട്ട് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തട്ടിപ്പായിരുന്നു. സ്പെഷ്യലി ഉണ്ടാവുന്ന സമയങ്ങളെന്ന് പറയുന്നത് നമ്മൾ മിക്കവാറും ഒരു കൊറിയർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഇങ്ങനത്തെ ഒരു കോൾ സ്ഥിരം വരുന്നത്. നമ്മളൊരു പാസ്പോർട്ട് റിന്യൂ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയായിരിക്കും അവരെങ്ങനെയോ ആ തട്ടിപ്പുകാരെങ്ങനെയോ ഇത് മനസ്സിലാക്കി നമ്മളെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു കോള് ചെയ്യുന്നത്. ഈ കോൾ വരുമ്പോൾ നമ്മൾ മിക്കവാറും പെടാൻ സാധ്യത കൂടുതലാവുന്നതിൻ്റെ കാര്യം നമുക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണല്ലോ, നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ പാസ്പോർട്ട് റിന്യൂവലായിട്ടുള്ള കാര്യങ്ങൾ വരാനുണ്ടല്ലോ എന്ന് ഇവരെങ്ങനെ അറിഞ്ഞു എന്ന് നമ്മൾ വിചാരിക്കും. അപ്പം ഇതൊരു സത്യമാണ് എന്ന് വിചാരിച്ച് മിക്കവരും ആ തട്ടിപ്പിൽ കുടുങ്ങാറുണ്ട്. ഇതായിരുന്നു 2024 കണ്ട മറ്റൊരു തട്ടിപ്പ് എന്ന് പറയുന്നത്. 5ാമത്തെ തട്ടിപ്പ് എന്ന് പറയുന്നത് ട്രേഡിംഗ് സ്കാമാണ്. അതായത് നമ്മൾ ഒരു ട്രേഡ് ചെയ്യാനുള്ള ഒരു ഓൺലൈൻ ആപ്പ് വഴി നമ്മൾ ആ സ്റ്റോക്കിൻ്റെ വില കുറയുമോ കൂടുമോ എന്ന് ഗസ് ചെയ്ത് അതിനനുസരിച്ച് പൈസ നമുക്ക് കിട്ടുമോ നഷ്ടപ്പെടുമോ എന്നുള്ളതിനനുസരിച്ചുള്ളൊരു സ്കാമായിരുന്നു ട്രേഡിംഗ് സ്കാം എന്ന് പറയുന്നത്. അത് പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടാണ് അതിൻ്റെ പരസ്യങ്ങളൊക്കെ ഒത്തിരി വരികയും ആൾക്കാർ ഒത്തിരി അതിനകത്ത് പൈസ ഇടുകയും അങ്ങനെ ഒത്തിരി പൈസ നഷ്ടപ്പെടുകയും ചെയ്തത്. ട്രേഡിംഗ് എന്ന് പറയുന്നത് പണ്ട് തൊട്ടേ ചെയ്യുന്ന, നമ്മൾ സ്റ്റോക്ക് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ട്രേഡിംഗ് മാത്രമാണ് ഇന്ന് നിലനിൽക്കുന്നത്. ട്രേഡിങ്ങിൻ്റെ പ്രൈസ് കൂടുമോ കുറയുമോ എന്ന് ഗസ് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ ഒരു രീതിയിലുള്ള വഴിയും ഇന്ന് ലോകത്തെങ്ങും അവൈലബിൾ അല്ല. 6ാമത്തെ തട്ടിപ്പ് എന്ന് പറയുന്ന ഓൺലൈൻ ജോബ് സ്കാം ആയിരുന്നു. അതായത് വീട്ടിലിരുന്ന് ഓൺലൈനായിട്ട് ജോലി ചെയ്ത് കാശ് സമ്പാദിക്കാം എന്ന് പറഞ്ഞൊരു തട്ടിപ്പായിരുന്നു. അതിനവർ കൂടുതലും ഉപയോഗിച്ചത് ആൾക്കാരെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ജോലിയുണ്ട്, നിങ്ങളൊരു ചെറിയൊരു തുക 1000 രൂപയോ 2000 രൂപയോ നിങ്ങൾ ഇതിന് വേണ്ടി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദിവസം തന്നെ അതിൻ്റെ 4 ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടുമെന്ന് പറയുന്ന ഒരു തട്ടിപ്പായിരുന്നു. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചുമ്മാ സോഷ്യൽ മീഡിയ വീഡിയോസ് ചുമ്മാ കണ്ടാൽ മാത്രം മതി, അങ്ങനെ കാശ് കിട്ടും എന്നൊക്കെ പറഞ്ഞായിരുന്നു ഈ തട്ടിപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ തട്ടിപ്പിൽ വീണ് കുറേ പേരുടെ പൈസ അങ്ങനെ പോവുകയും ചെയ്തു. 7ാമത്തെ തട്ടിപ്പ് എന്ന് പറയുന്നത് ലോട്ടറി സ്കാം, അതായത് ലോട്ടറി തട്ടിപ്പ് എന്ന് പറഞ്ഞ രീതിയിലായിരുന്നു. അതായത് ഒരു ഫോൺ വരുകയാണ്, നിങ്ങൾക്ക് കഴിഞ്ഞ ക്രിസ്മസിനോ അല്ലെങ്കിൽ ന്യൂ ഇയറിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങളൊരു കടയിൽ നിന്ന് പോയി സാധനം മേടിച്ചതിന് നിങ്ങൾക്കൊരു നറുക്കെടുപ്പിലൂടെ വിജയിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോൾ വരികയാണ് ചെയ്യുന്നത്. അതിനകത്ത് പലരും അതിൻ്റെ തട്ടിപ്പുകാർ ആദ്യം തന്നെ ചോദിക്കുന്നത് ബാങ്ക് ഇൻഫർമേഷനാണ്, നിങ്ങൾക്ക് കിട്ടിയ പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതിന് പകരം ആ വ്യക്തിയുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ മുഴുവൻ ആ തട്ടിപ്പുകാർ എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു നറുക്കെടുപ്പ് നടക്കുകയോ അങ്ങനെ ലോട്ടറി വിജയിക്കുകയോ ഒന്നും ചെയ്തിട്ട് പോലും ഉണ്ടാകത്തില്ല. ഇങ്ങനത്തെ കേസുകളിലൊക്കെ ആദ്യം തന്നെ ചെയ്യേണ്ടത് ആ ഇൻഫർമേഷൻസ് ഒക്കെ കേട്ട് ഒരു പേപ്പറിൽ എഴുതിയതിന് ശേഷം ഒന്നും തീരുമാനം എടുക്കാതെ നേരെ ആ കടയിൽ പോയിട്ട് ഏത് കടയിൽ നിന്നാണോ നിങ്ങൾക്ക് ലോട്ടറി അടിച്ചത് ആ കടയിൽ പോയി നേരിട്ട് ചെന്ന് അന്വേഷിച്ചിട്ടോ അതിന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം വിശ്വസിക്കുക. 8ാമത്തെ തട്ടിപ്പ് എന്ന് പറയുന്നത് ഗൂഗിൾ പേ ഫ്രോഡുലൻസ് ആണ്. അതായത് അത് കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് ഒരു ബിസിനസ് സ്ഥാപനങ്ങളോ അല്ലെ കടകളോ അങ്ങനെ എന്തെങ്കിലും നടത്തുന്ന ആൾക്കാരെയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 500 രൂപയുടെ സാധനം മേടിച്ചതിന് ശേഷം ഗൂഗിൾ പേ വഴി 500 രൂപ അയക്കുന്നതിന് പകരം 5000 രൂപ ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു സ്ക്രീൻഷോട്ട് മൊബൈലിൽ തന്നെ കാണിക്കുകയാണ് ചെയ്യുന്നത്. അബദ്ധവശാൽ ഒരു 0 കൂടിപ്പോയി എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അതിന് പകരം 4500 രൂപ കടക്കാരോട് തിരിച്ച് ചോദിക്കുകയാണ്. അങ്ങനെ അവർ 4500 രൂപ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നീടാണ് മനസ്സിലാക്കുന്നത് അവർ 500 രൂപ പോലും ട്രാൻസ്ഫർ ചെയ്തിട്ടില്ലായിരുന്നു. അവരൊരു ജസ്റ്റ് ഒരു ഡിജിറ്റലായിട്ട് ഉണ്ടാക്കിയ ഒരു സ്ക്രീൻ കാണിച്ച കടക്കാരെ പറ്റിച്ചിട്ട് അത്രയും കാശ് എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തതെന്നുള്ളത്. ഇങ്ങനത്തെ കേസുകളിലൊക്കെ ഉടനെ അങ്ങനെ പറയുമ്പോൾ ഉടനെ വിശ്വസിക്കാതെ 24 മണിക്കൂറിന് ശേഷം ആ കാശ് തിരിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത ബാങ്കിൽ പോയി ആ ഇൻഫർമേഷൻ കറക്റ്റാണോ, അവർ അയച്ച കാശ് കറക്റ്റാണോ എന്ന് മനസ്സിലാക്കി ബാങ്ക് മുഖാന്തരം തന്നെ ആ കാശ് ആ വ്യക്തിക്ക് തിരിച്ചു കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. 9ാമത്തെ തട്ടിപ്പ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത് കൂടുതലും ഗവൺമെൻറ് ഓഫീസേഴ്സാണ്. അതായത് നിങ്ങളുടെ ബാങ്കിൻ്റെ KYC അപ്ഡേറ്റ് ചെയ്യാനുണ്ട്, അതിൻ്റെ ബാങ്കിൻ്റെ ഇൻഫർമേഷൻ പറയണം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയും, അല്ലെങ്കിൽ ടാക്സിൻ്റെ ഒഫീഷ്യൽസ് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങളെ വിളിച്ചിട്ട് ടാക്സ് റിട്ടേൺ ചെയ്യണം, അല്ലെങ്കിൽ ടാക്സ് കുറച്ച് റീഫണ്ട് ചെയ്ത് വന്നിട്ടുണ്ട് അത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിക്കുകയും, അതും അല്ലെങ്കിൽ GSTയിൽ ചില ക്രമക്കേടുകളുണ്ട് അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഇത്ര രൂപ ഫൈൻ അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഫോൺ കോളുകൾ ഗവൺമെൻറ് ഒഫീഷ്യലായിട്ട് വിളിക്കുക എന്നുള്ളതാണ് അടുത്ത തട്ടിപ്പ്. ഒരിക്കലും ഒരു ഗവൺമെൻറ് ഒഫീഷ്യൽ ഒരു ഫോൺ മുഖാന്തരം നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കത്തില്ല. അവർ ഒന്നുകിൽ ഒരു ലെറ്റർ മുഖാന്തരമോ അല്ലെങ്കിൽ ഒരു മെയിൽ മുഖാന്തരമോ ആയിരിക്കും കോൺടാക്റ്റ് ചെയ്യുക. അതിനുശേഷം നമ്മളായിരിക്കും അവരെ കോൺടാക്റ്റ് ചെയ്താലേ ഇൻഫർമേഷൻ എപ്പോഴും കിട്ടത്തുള്ളൂ. ഒരിക്കലും ഒരാൾ ഇങ്ങോട്ട് വിളിച്ചിട്ട് എല്ലാ ഇൻഫർമേഷനും നമുക്ക് പറഞ്ഞു തരത്തില്ല, എസ്പെഷ്യലി ഗവൺമെൻറ് സർവീസിലുള്ളവർ. 10ാമത്തെ തട്ടിപ്പ്, അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തട്ടിപ്പ് എന്ന് പറയുന്നത് AI സ്കാമാണ്. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തട്ടിപ്പ് എന്ന് പറയുന്നത്.
അതായത് പണ്ടത്തെ രീതിയിലുള്ള ഒത്തിരി വ്യത്യാസമായി നമുക്കൊരു ഫോൺ കോൾ വരികയാണ്. നമ്മൾ ഇന്നലെ വരെ വിളിച്ച ഒരു സുഹൃത്തോ ഒരു ബന്ധുവിൻ്റെ ഒരു ഫോൺ കോൾ ആയിരിക്കും അത്. പക്ഷേ ആ വിളിക്കുന്നത് ശരിക്കും ബന്ധുവോ നമ്മൾ അടുത്തറിയാവുന്ന ഒരു കൂട്ടുകാരനോ ആയിരിക്കത്തില്ല. അതിന് പകരം ഒരു കമ്പ്യൂട്ടർ ആ വ്യക്തിയുടെ സൗണ്ട് അനുകരിച്ചുകൊണ്ട് വിളിക്കുന്ന ഒരു രീതിയിലുള്ള തട്ടിപ്പായിരിക്കും. അവർ നോർമലായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യും. ഏറ്റവും അവസാനം അവർ നമ്മളോടൊരു കടം ചോദിക്കുന്ന രീതിയിലായിരിക്കും സംസാരം അവസാനിക്കുന്നത്. അതിന് ശേഷം നമ്മൾ അടുത്തൊരു കൂട്ടുകാരനാണല്ലോ അല്ലെങ്കിൽ ബന്ധുവാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവർ പറയും അവരുടെ ഒരു കൂട്ടുകാരൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടാൽ മതി, കാരണം അവരുടെ അക്കൗണ്ട് ബ്ലോക്കായിരിക്കുമോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുള്ള തട്ടിപ്പാണ് പിന്നെ കണ്ടുവരുന്നത്. അത് കൂടുതൽ വിശ്വസിക്കുകയും ചെയ്യും. കാരണം നമ്മുടെ ഒരു സ്ഥിരം വിളിച്ചുകൊണ്ട് നമ്മുടെ ഫോണിലുള്ള കോൺടാക്ട് ലിസ്റ്റിലുള്ള ഒരു വ്യക്തി തന്നെയാണ് വിളിക്കുന്നത്. ആ ശബ്ദവും ഏകദേശം ആ വ്യക്തിയുടെ തന്നെ ആയിരിക്കും. ഇങ്ങനെയുള്ളൊരു തട്ടിപ്പാണ് ഏറ്റവും അവസാനമായിട്ട് കാണുന്ന AI സ്കാം എന്ന് പറയുന്നത്. ഇത് 2025 പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലും ഇനിയും കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇങ്ങനത്തെ കേസുകൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫോൺ ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിൽ നിന്ന് തന്നെ നേരത്തെ വിളിച്ച ആ നമ്പറിൽ നിന്ന് തിരിച്ചു വിളിക്കുകയല്ല വേണ്ടത്. അതിന് പകരം നേരെ കോൺടാക്ട് ലിസ്റ്റിൽ നിന്ന് നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന ആ നമ്പറിൽ നിന്നും തിരിച്ചു വിളിച്ചിട്ട് ഈ കാര്യങ്ങളെല്ലാം അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുകയും ഒക്കെ ചെയ്തതിന് ശേഷം അവർ അവരുടെ ബാങ്ക് ഡീറ്റെയിൽസ് അയച്ചു തരുക. നമ്മൾ കാശ് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവരുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ട് തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്തണം. അതല്ലാതെ വേറൊരു തേർഡ് പാർട്ടിയുടെ പേരിലുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് അവർ അയച്ചു തരുന്നതെങ്കിൽ ഉറപ്പായിട്ടും ആ പൈസ അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും ഉത്തമം. ഈ തട്ടിപ്പിലൊക്കെ പെട്ടിട്ടുള്ളത് ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരും ഹൈ പൊസിഷനിൽ ഇരിക്കുന്നവരെയൊക്കെയാണ്. ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് നമ്മുടെ ഡേ ടു ഡേയിൽ ഇപ്പോൾ നടക്കുന്ന തട്ടിപ്പിനെക്കുറിച്ച് നമുക്ക് അറിവില്ല എന്നതാണ് മെയിൻ കാര്യം. ഇങ്ങനത്തെ വീഡിയോസ് പലരിലേക്കും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്ന് മറ്റ് പലർക്കും അറിവ് ഉണ്ടാവുന്നത് ആ തട്ടിപ്പിൽ നിന്ന് അവരെ രക്ഷപ്പെടാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നിങ്ങളെല്ലാം കാണുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നിടം വരെ ഇറ്റ്സ് മീ AJ സൈനിങ് ഓഫ്. ബൈ.